ഹലോ, ഇന്നത്തെ വീഡിയോ 20 മിനിമലിസ്റ്റിക് ഹാബിറ്റ്സ് ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന 20 മിനിമലിസ്റ്റിക് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മിനിമലിസത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടാവാനിടയുണ്ട്. നമുക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന, വളരെ റിജിഡായിട്ട് സ്ട്രിക്റ്റായിട്ട് മിനിമലിസ്റ്റിക് റൂൾസ് ഫോളോ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്, മിനിമലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ലൈഫിലെ ഒരു ലക്ഷറിയും എൻജോയ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു വേ ഓഫ് ലൈഫാണ് എന്നുള്ളത്. അപ്പോൾ അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിനിമലിസം എന്ന് പറയുന്ന ജീവിത രീതിയെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, മിനിമലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ലക്ഷൂറിയസ് ലൈഫിന് എഗെയിൻസ്റ്റ് ഒന്നുമല്ല. നമ്മുടെ ലൈഫിനെ നല്ല ഹാപ്പിയാക്കി മാറ്റാനും പോസിറ്റീവാക്കി മാറ്റാനും കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിച്ച് ജീവിക്കാനും വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ലൈഫിനെ മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി മീനിങ് ഫുള്ളായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഹാബിറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാബിറ്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരുപാട് പറയുന്നില്ല, ഏതൊക്കെയാണ് ആ ഹാബിറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ടൈഡി ആസ് യു ഗോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ അടുക്കും ചിട്ടയോടെ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതിനു വേണ്ടി 1-2 മണിക്കൂർ എടുത്ത് നമുക്ക് ചിലവാക്കാനായിട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ടൈഡി ആസ് യു ഗോ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്തെങ്കിലും മെസ്സി ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന വൃത്തിയാക്കലിനെ കുറിച്ചല്ല പറയുന്നത്. ജസ്റ്റ് 1-2 മിനിറ്റ് എടുത്ത് ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക. ചിലപ്പോൾ അതൊരു ബെഡ്ഷീറ്റ് ചുളുങ്ങി കിടക്കുന്നതാവാം, അല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ഷെൽഫിലെ ബുക്സൊക്കെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ അത് നേരെയാക്കുന്നതാവാം. അല്ലെങ്കിൽ ലിവിങ് റൂമിൽ എന്തെങ്കിലും സാധനങ്ങൾ, കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലും സാധനങ്ങൾ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുമ്പോൾ അതൊന്ന് അടുക്കി വയ്ക്കുന്നതാവാം. ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ജസ്റ്റ് 1-2 മിനിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ ക്ലീൻ ചെയ്തേക്കുക. ഇതാണ് ടൈഡി ആസ് യു ഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കീപ് ക്ലട്ടർ ബക്കറ്റ്സ് എന്നുള്ളതാണ്. ചില സാധനങ്ങൾ നമുക്ക് എപ്പോഴും അതിരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാൻ സാധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാധനങ്ങൾ എവിടെ വെക്കണം എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കൂടി വെറുതെ നടന്നു പോകുമ്പോഴോ ഒക്കെ കാണുന്ന ചെറിയ ചില സാധനങ്ങൾ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, എല്ലാവരും കാണുന്നൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതവിടെ കാണാനായിട്ട് തീരെ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ സ്ഥലം വൃത്തികേടാവാനായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതിലൂടെ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇടാനായിട്ട്, നമ്മൾ ധൃതിയിൽ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് പോകാനായിട്ട് ഒരു ക്ലട്ടർ ബക്കറ്റ്സ് വെച്ചേക്കുക. ഈ ക്ലട്ടർ ബക്കറ്റ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ക്ലട്ടർ ബക്കറ്റ്സിൽ നമുക്കൊന്നും റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ ഇടാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ലട്ടർ ബക്കറ്റ്സ് ഇടയ്ക്കൊന്ന് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താണ്, നമുക്ക് വേണ്ട കാര്യങ്ങളാണോ വേണ്ടാത്ത കാര്യങ്ങളാണോ എന്ന് നോക്കുക. എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും മാറ്റിയേക്കുക. എന്നിട്ട് വേണ്ട കാര്യങ്ങൾ എവിടെയാണോ വെക്കേണ്ടത് യഥാസ്ഥാനത്ത് എടുത്തു വയ്ക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ഗിവ് ഈച്ച് ഐറ്റം എ ഹോം എന്ന് പറയുന്നത്. ഈ ക്ലട്ടർ ബക്കറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണിത്. അതായത് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടേ ക്ലട്ടർ ബക്കറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് എല്ലാ സാധനങ്ങൾക്കും കൃത്യമായിട്ടൊരു സ്ഥലം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെ തന്നെ വെക്കാനായിട്ട് കഴിവതും ശ്രമിക്കുക. എപ്പോഴും ഇത് സാധിച്ചു കൊള്ളണം എന്നില്ല. അപ്പോഴാണ് ചെറിയ ചില സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ലട്ടർ ബക്കറ്റ്സിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ വെക്കാനായിട്ട്, തിരിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സാധനങ്ങൾക്കും കൃത്യമായിട്ട് സ്ഥലം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക, അവിടെ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി ആവശ്യമായിട്ട് വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങളൊരാൾ ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ പതിയെ എല്ലാവരും അതിലേക്ക് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുക. സാധനങ്ങളൊക്കെ കൃത്യ സ്ഥലത്ത് വെക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെയും അതിനെ എൻകറേജ് ചെയ്യുക. ഇനി അടുത്തത് കളക്ട് മെമ്മറീസ് നോട്ട് തിങ്സ് എന്നുള്ളതാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടുന്ന ആ ഒരു ടെൻഡൻസി ബോധപൂർവം തന്നെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളത് മെമ്മറീസാണ്. അപ്പോൾ ആ മെമ്മറീസാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് യാത്രകൾക്ക് വേണ്ടിയിട്ടോ എക്സ്പീരിയൻസിന് വേണ്ടിയോ നോളജിന് വേണ്ടിയോ ഒക്കെയാണ്. അല്ലാതെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള, അമിതമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ടെൻഡൻസിയെ നമ്മളൊന്ന് കോൺഷ്യസ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ സന്തോഷം അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് വീഡിയോ കേൾക്കാനായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കണം, നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മിനിമൽ ആക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അങ്ങനെ ഓവറായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ആ എമൗണ്ട് നമുക്ക് വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക്, നമ്മുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി വാല്യൂ തരുന്ന വേറെന്തെങ്കിലും കാര്യങ്ങളിലേക്ക്, അതൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന കാര്യമാവാം, അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടുന്ന കാര്യമാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആ പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തൊരു ശീലമാണ് യൂസ് വാട്ട് യു ഹാവ് എന്നുള്ളത്. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ആലോചിക്കുക, ചില കാര്യങ്ങൾ എക്സ്ട്രാ ഒരു പീസ് കൂടി നമ്മൾ വാങ്ങിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, അത് നമുക്ക് ആവശ്യമുണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ പോരെ എന്ന് ആലോചിക്കുക. അപ്പോൾ കഴിവതും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് ദ 1 in 1 out റൂളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ളത് പഴയതാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് പകരമായിട്ട് നമ്മളൊരു പുതിയ കാര്യം വാങ്ങിക്കും. പലർക്കും ഉള്ളൊരു സ്വഭാവമാണ്, ഈ പുതിയ കാര്യം നമ്മൾ വാങ്ങിച്ചാലും ശരി പഴയതെടുത്ത് കളയാനായിട്ടൊരു മടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള ആ പുതിയ വസ്തു എന്താണോ അത് ഉപയോഗിച്ചതിന് ശേഷം പഴയ കാര്യം തീർച്ചയായിട്ടും മാറ്റാനായിട്ട് ശ്രമിക്കുക. പൊട്ടിയതോ കേടായതോ ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. റീസൈക്ലിംഗ് മെത്തേഡ്സിലൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട ആർക്കെങ്കിലും കൊടുക്കുക. ഇനി അടുത്തത് ബൈ ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങളിലേക്ക് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ, ക്വാളിറ്റി കുറഞ്ഞ പലതരം സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു സാധനം വാങ്ങിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോഴും ഇതിന് എതിരഭിപ്രായമുള്ള ആളുകളുണ്ടായേക്കാം. പല സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായേക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. കഴിവതും ക്വാളിറ്റി ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പണം ലാഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ആദ്യം നമ്മൾ മുടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പണം മറ്റതിനേക്കാളും കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ പിന്നീട് അത് കുറച്ചധികം നാൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി ഇല്ലാത്തൊരു വസ്തു ഇടയ്ക്കിടെ മാറ്റേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എന്തുകൊണ്ട് നല്ലതാണ് ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കണം എന്നൊന്നും അല്ല. നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അത് നോക്കി വാങ്ങിക്കുക, നോക്കിയും കണ്ടും വാങ്ങിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അത് നമുക്ക് എത്രത്തോളം ഉപയോഗമുള്ളതാണ്, എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിക്കുക. മാർക്കറ്റിലുള്ള മറ്റ് വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ആവശ്യവുമായിട്ട് ഒത്തു നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. ക്വാളിറ്റിക്ക് വേണ്ടി പണം ചെലവഴിക്കുക. ഇനി അടുത്തത് ബി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ്. നമുക്ക് മാത്രം ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ പോരാ, ചുറ്റുമുള്ള സഹജീവികൾക്കും എൻവയോൺമെൻറ്റും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിവതും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഏതൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളുടെ ഉപയോഗം കുറക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രകൃതിയോട് ഒട്ടുമിണങ്ങാത്ത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറക്കാൻ ശ്രമിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതാണ് സേ നോ ടു ഫ്രീ സ്റ്റഫ് എന്നുള്ളത്. ഇത് പലരും എക്സ്പീരിയൻസ് ചെയ്തേക്കാൻ ഇടയുള്ളൊരു കാര്യമാണ്. വേറെ ഏതെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ നമുക്ക് അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നീ ഇതെടുത്തോ എന്നുള്ള രീതിയിൽ തന്നേക്കാം. ഒരു പക്ഷേ അവർക്കത് ഉപയോഗമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരത് തരുന്നത്. അപ്പോൾ അതവരുടെ സ്നേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ, നമുക്കത് ഒട്ടും ഉപയോഗമില്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാൻ മടി കാണിക്കാതിരിക്കുക. എനിക്കത് വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗമില്ലാതെ അതവിടെ ഇരിക്കും. അവർ തന്നതായതുകൊണ്ട് എടുത്ത് കളയാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ അതവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവർ അത് തരുമ്പോൾ തന്നെ അത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പൊളൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനോട് നോ പറയാം. ഇനി അടുത്തൊരു കാര്യമാണ് ടേൺ ഓഫ് ഷോപ്പിംഗ് ആപ്പ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ ഷോപ്പിംഗ് അഡിക്ഷൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായിട്ട് ഷോപ്പ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ് ഈ ഷോപ്പിംഗ് ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് കുറച്ച് വയ്ക്കുക എന്നുള്ളത്.
ഈ നോട്ടിഫിക്കേഷൻസ് കാണുമ്പോൾ എന്തെങ്കിലും സെയിൽ ഓഫറൊക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഈ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇമ്പൾസീവായിട്ട് ഷോപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും. ഇനി അടുത്തത് ടേക്ക് കെയർ ഓഫ് യുവർ സ്റ്റഫ്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ സാധനങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധനങ്ങൾ വൃത്തിയായിട്ട് നന്നായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൂട്ടേണ്ടി വരില്ല. ഇതിലൂടെ നമുക്ക് നമ്മുടെ മണിയും സേവ് ചെയ്യാം. അതുപോലെ തന്നെ സാധനങ്ങൾ ഒരുപാട് നമ്മുടെ വീട്ടിൽ വന്ന് കൂടുന്നത് ഒഴിവാക്കാനും സാധിക്കും. എസ്പെഷ്യലി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കും തോറും അത്രയും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മാത്രമല്ല, എന്തും ആയിക്കൊള്ളട്ടെ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ടി വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പണം മാത്രമല്ല, അത് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ തിങ്ങിക്കൂടാനും ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ കേടായി പോവില്ല, നമ്മുടെ പണവും ലാഭിക്കാം, നമ്മുടെ വീടും നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് ഡിജിറ്റൽ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിനിമലിസ്റ്റിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. നമ്മൾ കാണുന്ന ഫിസിക്കൽ തിങ്സ് മാത്രം ഡീക്ലട്ടർ ചെയ്താൽ പോരാ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണായാലും ലാപ്ടോപ്പ് ആയാലും അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ മെയിലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത ഒരുപാട് മെയിൽസ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റുക. നമ്മുടെ കമ്പ്യൂട്ടറിലായാലും ഒരുപാട് ഫയൽസ്, അനാവശ്യ ഫയൽസൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് മാറ്റിയേക്കുക. അപ്പോൾ അങ്ങനെ ഡിജിറ്റലി ഡീക്ലട്ടർ ചെയ്യാൻ കൂടി നമ്മൾ സമയം അനുവദിക്കുക. ഇനി അടുത്തൊരു പോയിൻ്റാണ് റെഡ്യൂസ് സെൻറ്റിമെൻ്റൽ സ്റ്റഫ് എന്നുള്ളത്. കുട്ടിക്കാലം മുതലേ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കി പെറുക്കി സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടായേക്കാം. ചില സാധനങ്ങളൊക്കെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിൽ വലിയ തെറ്റുമില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൂട്ടി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ടൈമിനെ അത് കൺസ്യൂം ചെയ്യും, നമ്മുടെ പണം അത് ഒരുപാട് അപഹരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും സമയം ചിലവഴിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയിൽ ചിലവഴിക്കേണ്ട സമയമായിരിക്കും. അപ്പോൾ ടൈം ഇസ് മണി അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം ചിലവഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അനാവശ്യ കാര്യങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി സമയം ചിലവഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ സെൻറ്റിമെൻ്റൽ സ്റ്റഫ്സിനോട് ക്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമലിസം എന്ന് പറയുന്ന ഹാബിറ്റിലേക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സ്റ്റെപ്പ് തന്നെയായിരിക്കും. ഇനി അടുത്തൊരു ഹാബിറ്റാണ് എംബ്രേസ് യുവർ സ്പേസ് എന്നുള്ളത്. ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. മിക്കവാറും നിങ്ങളുടെ സ്പേസ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് സാധനങ്ങളൊക്കെ കുത്തി നിറച്ച്, അതിപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും ഒരുപാട് കുത്തി നിറച്ച് വീടിനെ അലങ്കോലമാക്കാതിരിക്കുക. ഓവർ ക്രൗഡഡ് ആയിട്ട് സാധനങ്ങൾ കുത്തി നിറച്ച് നമ്മുടെ സ്പേസ് ഒരുപാട് കൺസ്യൂം ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നീറ്റ് ലുക്ക് ഉണ്ടാവും. ചില റിജിഡ് മിനിമലിസം ഫോളോ ചെയ്യുന്ന വെസ്റ്റേൺ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് അധികം ഫർണിച്ചറൊന്നും ഇല്ലാതെ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു വൈഡ് സ്പേസ്, അങ്ങനത്തെ ഒരു സ്പേസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം കഴിവതും മിനിമലിസ്റ്റിക് ആയിട്ട് കാണാനായിട്ട് പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എംബ്രേസ് യുവർ സ്പേസ് എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു സ്ഥലത്തിനെ കൂടി തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. നമുക്ക് ആ സാധനങ്ങളോടുള്ള ഇഷ്ടം മാത്രമല്ല, നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു സ്പേസാണ്. ആ സ്പേസിനെ കൂടി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വയ്ക്കുക. ആ സ്പേസിന് ശ്വാസം മുട്ടുന്ന രീതിയിൽ സാധനങ്ങൾ കുത്തി നിറയ്ക്കാതിരിക്കുക. ഇനി അടുത്തൊരു ഹാബിറ്റാണ് ഈറ്റ് ഹെൽത്തി എന്നുള്ളത്. ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് അതും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സ്പേസ് മാത്രമല്ല, നമ്മുടെ ബോഡിയും തീർച്ചയായിട്ടും ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കണം. ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് ഹാബിറ്റ്സും ഒന്ന് മിനിമലിസ്റ്റിക് ആയിട്ട് വെക്കാനായിട്ട്, സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് ടേക്ക് നോ ഷോപ്പിംഗ് ചാലഞ്ചസ് എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഈ വീക്കിൽ അല്ലെങ്കിൽ ഈ മന്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നെസസറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും അല്ലാണ്ട് ഉള്ള ഷോപ്പിംഗ് നമ്മൾ ഒഴിവാക്കും എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ആവശ്യം എന്താണോ ആ രീതിയിൽ ഒരു ചലഞ്ച് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത്തരം ചലഞ്ചസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓവറായിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്ന് കുറക്കാനായിട്ട് സഹായകരമായിരിക്കും. ഇനി അടുത്തതാണ് അപ്ലൈ 30 ഡേ റൂൾ ഫോർ ഷോപ്പിംഗ് എന്നുള്ളത്.
അപ്പോൾ ഇതും ഷോപ്പിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അതായത് ഒരു 30 ദിവസം വെയിറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇത് മിക്കവാറും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഉടനെ ബൈ ബട്ടൺ നെക്കാതെ അതിന് മുന്നേ അതൊന്ന് കാട്ടിലിട്ടിട്ട് ഒരു 30 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. ഒരു 30 ദിവസം കഴിയുമ്പോഴും നമുക്ക് ആ ഒരു കാര്യം വേണമെന്ന് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറുമുള്ള കേസിൽ സംഭവിക്കാനിടയുള്ളത് 30 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് മാറിയിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും അത് അത്രത്തോളം ആവശ്യമില്ലാന്ന്. ഇനി അങ്ങനെ തോന്നുന്നില്ല, നമുക്ക് അപ്പോഴും വേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയായിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 30 ഡേ റൂൾ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. ഇമ്പൾസീവ് ഷോപ്പിംഗ് ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഫോക്കസ് സസ്റ്റൈനബിൾ ലിവിങ് എന്നുള്ളതാണ്. നാളെയെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. നാളേക്ക് നമുക്ക് ഉപകാരമായേക്കാവുന്ന കാര്യങ്ങൾ, ഉപദ്രവമായേക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രകൃതിക്കായാലും നമുക്കായാലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് പണം ചിലവഴിക്കാതിരിക്കുക. ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ തൽക്കാലത്തേക്കുള്ള ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രകൃതിക്ക് ദോഷകരമായേക്കാവുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി മുന്നോട്ടുള്ള കാലം കൂടി മുന്നിലേക്ക് കണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന കൾച്ചർ നമ്മളധികം ഫോളോ ചെയ്യാതിരിക്കുക. ഇനി അടുത്തതാണ് സ്റ്റാൻഡ് ബൈ യുവർ ചോയ്സസ് എന്നുള്ളത്. മറ്റൊരാളുടെ കയ്യിൽ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമ്മളത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കിതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു, അപ്പോഴാണ് വേറൊരാളുടെ കയ്യിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടത്, അപ്പോൾ അതും കൂടി വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരം ഒരു മനോഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുപാടായി തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സിൽ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ കണ്ടാൽ അത് വാങ്ങിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, പകരം നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ആലോചിക്കുക എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിക്കുക. പിന്നെ വേറൊരാൾ വാങ്ങിച്ചത് കൊണ്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. മറ്റൊരാൾ ഉപയോഗിച്ചത് കണ്ട് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ വാങ്ങിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ആലോചിക്കുക, ശരിക്കും നമുക്കത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണോ നമ്മളത് വാങ്ങിക്കുന്നത് എന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ടതാണെങ്കിൽ വാങ്ങിക്കുക. മറ്റൊരാളുടെ ചോയ്സിനേക്കാളും പ്രിഫറൻസിനേക്കാളും നമ്മുടെ ചോയ്സിനെയും പ്രിഫറൻസിനെയും റെസ്പെക്റ്റ് ചെയ്യുക. ഇനി ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചൊരു കാര്യമാണ് ഡീക്ലട്ടർ എന്നുള്ളത്. മിനിമലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നൊരു കാര്യമാണ് ഡീക്ലട്ടറിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളത് അവസാനത്തേക്ക് മാറ്റി വെച്ചത്. കാരണം ഡീക്ലട്ടറിങ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റുക. ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കൊടുക്കുക. അല്ലാത്തത് നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.